ഹായ്, ഞാൻ വിജയ് ബ്ലോഗർ വളറട. സങ്കടകരമായിട്ടുള്ളൊരു വീഡിയോ എന്നാണ് ഞാൻ രാവിലെ കണ്ടത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ശ്രീമുറി അപകടത്തിൽപ്പെട്ട് മരിച്ച ലേഡി കുടുംബം വലിയ കഷ്ടപ്പാടിലാണ്. ആരോഗ്യവകുപ്പ് മന്ത്രി, മെഡിക്കൽ കോളേജിലെ പല ഉദ്യോഗസ്ഥന്മാർ കൂടെ ഒത്തുകളിച്ചുകൊണ്ട് അവരുടെ കുടുംബത്തെ തള്ളിക്കളയുകയും ഇപ്പോൾ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളൊരു ഇതാണ്. പക്ഷെ ഇതിൻ്റെ പേരിൽ പ്രവർത്തിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ്റെ സ്റ്റാഫിനെ കോട്ടയം തെമ്മാടി പോലീസുകാർ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു നിസ്സാര പ്രശ്നത്തിന് എവിടൊക്കെ കടന്നിറങ്ങുന്നതും വിലസുന്നതും ജോലി ശമ്പളമാക്കുന്നതും സാധാരണക്കാരൻ്റെ ടാക്സ് പണമാണ്. സാധാരണക്കാരെ പെട്രോൾ അടിക്കുകയും മദ്യമാക്കുകയും ഇതിൽ നിന്ന് കിട്ടുന്ന പണം ക്ഷേമ പെൻഷൻ പോലും കൊടുക്കാതെ ഈ രോഗികൾക്ക് മാസത്തോറും 50,000 1 ലക്ഷം രൂപ ശമ്പളം എണ്ണി വാങ്ങിച്ചുകൊണ്ടാണ് ഈ പോക്കിത്തരങ്ങളെല്ലാം കാണിക്കുന്നത്. ആ കുടുംബത്തിന് 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുത്തില്ലെങ്കിൽ, ആ പെങ്കൊച്ചിന് ഒരു സർക്കാർ ജോലി കൊടുത്തില്ലെങ്കിൽ കേരളം നിന്ന് കത്തും. അത് ഏതൊരു സംശയമില്ല. പക്ഷേ വേറെ കാര്യമുള്ളത്, പിണറായി വിജയൻ മുഖ്യമന്ത്രി, അവൻ്റെ കാവൽ പട്ടികൾ പോലീസുകാർ ചെന്നായ്ക്കളുടെ സ്വഭാവം. നല്ല നല്ല പോലീസുകാരുടെ പേര് കളയുകയാണ്. എന്നാലും ഈ പ്രവചനം, ഇന്ന് ഒരു പ്രവചനം ഉണ്ടായി. 13 ദിവസത്തിനകം വെച്ച് മുല്ലപ്പെരിയാർ ഡാം പൊട്ടും. അതിന് യാതൊരു മാറ്റമില്ല. 13 ദിവസത്തിനകം വെച്ച് മുല്ലപ്പെരിയാർ ഡാം പൊട്ടും. കൊച്ചി, എറണാകുളം, കോട്ടയം എല്ലാ സ്ഥലങ്ങളും 40 അടിയോളം ചെളിയിൽ കൊണ്ട് മൂടാൻ പോവുകയാണ്. ബാക്കി എന്തൊക്കെ വരുമെന്ന് കണ്ടറിയാം. ഞായറാഴ്ച മുതൽ, അതായത് നാളെ ഞായർ അർദ്ധരാത്രിയോടുകൂടെ മഴ ആരംഭിച്ച് വനപ്രദേശങ്ങളെല്ലാം